ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഉഷയുടെ ഇൻഡസ്ട്രിയൽ സെവിങ് പവർ മെഷീൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഈ മെഷീന് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായി. സ്റ്റിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്റ്റിച്ചാണ്. ഇതിൻ്റെ മോഡൽ 8801E ഇൻഡസ്ട്രിയൽ സെവിങ് മെഷീനാണ്. ഇനി പ്ലഗ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് മെഷീൻ ഓണാക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഓണാക്കി കൊടുത്തു. ഈ ബട്ടൺ സ്പീഡ് കുറക്കാനുള്ളതാണ്. ഈ ബട്ടൺ സ്പീഡ് കൂട്ടാനുള്ളതാണ്. ഈ ബട്ടൺ ലൈറ്റിൻ്റെതാണ്. ഈ ഒരു ബട്ടൺ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ സൂചി പൊക്കി നിർത്തണോ താഴ്ത്തി നിർത്തണോ എന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ പിയും എസും ഈ 2 ബട്ടന് തയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ലൈറ്റിൻ്റെ ബട്ടന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈറ്റ് ഓൺ ഓഫ് ഡിമ്മാക്കാനും പറ്റും. ഇനി എങ്ങനെയാണ് നൂല് കോർക്കുക എന്ന് നോക്കാം. അപ്പോൾ നൂല് ഇതിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഇവിടെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിലൂടെ എടുത്തു കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ കൂടെ നൂലിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ നൂല് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലൂടെ എടുത്തിട്ട് സൂചിയിൽ കോർത്തു കൊടുക്കുക. അങ്ങനെ നൂല് കോർക്കൽ കഴിഞ്ഞു. ഇനി ബോബിനിൽ എങ്ങനെ നൂല് ചുറ്റുക എന്ന് നോക്കാം. ആദ്യം ഇതുപോലെ കൈകൊണ്ടൊന്ന് നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക. ഇതിലൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതുപോലെ ഫുഡ് പെഡലിലൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അടിനൂല് ചുറ്റിയെടുക്കാം. പിന്നെ ഈ മെഷീനിൽ പ്ലെയിൻ സ്റ്റിച്ച് മാത്രം തയ്ക്കാൻ പറ്റുള്ളൂ. ഇൻ്റർലോക്ക് ഓവർലോക്ക് സ്റ്റിച്ചസ് ഒന്നുമില്ല. ഇനി ഇതുപോലെ ബോബിൻ എടുക്കാം. നൂല് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ഇനി മെഷീനിൽ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മെഷീനൊന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. 6 മാസം കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ നോബ് ഊരിയിട്ട് ഇതിലെ ഓയിൽ ചേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് മെഷീൻ്റെ അടിഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുത്താൽ നോബ് ഊരിക്കഴിഞ്ഞാൽ അതിലുള്ള ഓയിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നോബ് ഇട്ടിട്ട് പുതിയ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലോ ആയി കഴിഞ്ഞാൽ ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി കേസും ബോബിനും എങ്ങനെയാണ് ഇടുക എന്ന് നോക്കാം. ഈ ഒരു ഹോളിലേക്ക് ബോബിൻ കേസിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടുള്ളതാണിത്. ഇത് റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കെട്ടിട്ട് കൊടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്ന് കാണിച്ചു തരാം. പ്രഷർ ഫുട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഈ നീ ബാർ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫുഡ് പെഡലൊന്ന് ചവിട്ടി കൊടുത്താൽ മതി. പിന്നെ ഫുഡ് പെഡലും നീ ബാറും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മെഷീന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും എന്നാണ് പറഞ്ഞത്. റിവേഴ്സ് സ്റ്റിച്ച് ഇതാ ഇതുപോലെയാണ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടന് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് 1-2 സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1-2 സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് വരും. നീ ബാർ കൂടാതെ പ്രഷർ ഫുട്ട് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ട് മെഷീൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. മെഷീൻ്റെ സ്പീഡ് 3700 ആണ്. ഏറ്റവും കുറഞ്ഞത് 500 ആണ്.
പിന്നെ ഞാൻ ഈ പവർ മെഷീൻ വാങ്ങുമ്പോൾ കുറേ ആൾക്കാരോട് പവർ മെഷീനെ കുറിച്ചിട്ട് ചോദിച്ചായിരുന്നു. കൂടുതൽ ആൾക്കാരും സജസ്റ്റ് ചെയ്തത് ഉഷയുടെ പവർ മെഷീനാണ്. പിന്നെ ഞാൻ ഈ മെഷീന് 19,500 രൂപക്കാണ് വാങ്ങിയത്. നിങ്ങൾ 1-2 മണിക്കൂർ മെഷീൻ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അധികമൊന്നും സ്റ്റിച്ച് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഈ പവർ മെഷീൻ വാങ്ങേണ്ട ആവശ്യമില്ല. സാധാ മെഷീൻ വാങ്ങുന്നതാണ് നല്ലത്. ഒരുപാട് ടൈം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പവർ മെഷീൻ വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഈ മെഷീനിൽ നല്ല കട്ടിയുള്ള ക്ലോത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.